ഗുഡ് മോർണിംഗ് മക്കൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഇത് ഇച്ചിരി വ്യത്യാസമുള്ളതാ, ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ചെയ്യുന്നത്. പി ഓഫ് എക്സ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ വിച്ച് പി ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0. ഇവിടെ പി ഓഫ് എക്സ് ആണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞിരിക്കുക. പോളിനോമിയൽ വേറെ ആയിട്ട് തന്നിട്ടില്ല. രണ്ട് ക്ലൂസ് ഉണ്ട്. പി ഓഫ് 2 ഇസ് ഈക്വൽ ടു 0, പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഴുതട്ടെ. പി ഓഫ് 2 ഇസ് ഈക്വൽ ടു 0, പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0. അപ്പൊ പി ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ നമുക്ക് ഫാക്ടർ എടുക്കാം. എന്താണ്? x-2. ഇവിടുത്തെ ഫാക്ടർ എന്താണ്? ഒരു ഫാക്ടർ x-2, പിന്നെ പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതാം? x+1. അപ്പം ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പൊളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ക്ലൂവിൽ നിന്ന് പി ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം x-2. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഫാക്ടർ എഴുതുമ്പോൾ x-2 വരും. ഇവിടെ പി ഓഫ് -1 ആണ്, അതുകൊണ്ട് നമുക്ക് എന്നാ വന്നു? x+1. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫാക്ടർ? ഇതിൽ ഏതാണ് ഫാക്ടർ എന്ന് നോക്കിയേ. x+2 ആണ്. ഇവിടെ നമുക്ക് x-2 ആണ്. നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ x+2 ഇവിടെ തന്നേക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ എഴുതി വെക്കും, ഇവിടുത്തെ 2 കണ്ടോണ്ട് ചിലപ്പം എഴുതി വെക്കും. എങ്ങനെ? x+2 9 തെറ്റിക്കല്ലേ? അടുത്തത് നോക്കിയാൽ x+1. അപ്പൊ ഇതായിരിക്കും x+1. ഇതായിരിക്കും നമ്മുടെ ആൻസർ, x+1. ഓക്കെ, അതിന്റെ ബി പാർട്ട് നോക്കാം. വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഓഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0? അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ ഏതൊക്കെയാണ്? പി ഓഫ് 2ഉം പി ഓഫ് -1ഉം. അപ്പൊ സൊല്യൂഷൻസ് ആർ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതണം. സൊല്യൂഷൻസ് ആർ ഒന്നുമില്ല, അതായത് പി ഓഫ് 2 ഇസ് ഈക്വൽ ടു ആണ് 0. അപ്പൊ എന്നായിരിക്കും? x is equal to എത്രയായിരിക്കും? x is equal to 2ഉം പിന്നെ p of -1 is equal to ആണ് 0. അപ്പൊ x is equal to എത്ര വരുമായിരിക്കും? x is equal to -1. അപ്പൊ എഴുതുക സൊല്യൂഷൻസ് ആർ എന്ന് പറഞ്ഞ് എടുത്തെഴുതാം. സൊല്യൂഷൻസ് ആർ ഇങ്ങനെ എടുത്തെഴുതണം. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളെ കാണിക്കാൻ എഴുതാം. സൊല്യൂഷൻസ് ആർ x is equal to 2 and x is equal to -1. സൊല്യൂഷൻസ് നമുക്ക് ഇതിനകത്തും തന്നെ നേരിട്ട് എഴുതാം. അല്ലെങ്കിൽ x-2 ആണെങ്കിൽ, ഫാക്ടർ x-2 ആണെങ്കിൽ സൊല്യൂഷൻ എത്രയായിരിക്കും? 2 ആയിരിക്കും. മനസ്സിലായല്ലോ? x 2 ആയിരിക്കും. ഇനി x+1 ഇസ് ഈക്വൽ ടു, x+1 ആണ് ഒരു ഫാക്ടർ എങ്കിൽ സൊല്യൂഷൻ x ഇസ് ഈക്വൽ ടു -1. അതായത് ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. കൂടുതൽ ഇതാക്കല്ലേ, നമുക്ക് ഇങ്ങനെയാ. x-2 ഇസ് ഈക്വൽ ടു 0. അപ്പൊ x ഒറ്റയ്ക്ക് ആകുമ്പോൾ എന്നായി? ഈ -2 അപ്പുറത്ത് പോകും. അപ്പൊ എന്നാകും? +2 ആകും. കണ്ടോ? അങ്ങനെ ഇത് വന്നേ. ഇതോ x+1 ആണ് ഒരു ഫാക്ടർ, x+1 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് പി ഓഫ് -1 ഇസ് ഈക്വൽ ടു 0, അതിന്റെ ഫാക്ടർ ആണ് x+1. അപ്പൊ x+1 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. അപ്പം x ഇസ് ഈക്വൽ ടു 0 +1 അപ്പുറത്ത് പോകുമ്പോൾ -1. കണ്ടോ? അങ്ങനെയാണ് ഈ ഇത് വന്നത്. അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. ഫാക്ടർ ഇവിടെ -2 ആണെങ്കിൽ സൊല്യൂഷൻ 2, ഫാക്ടർ ഇവിടെ x+1 ആണെങ്കിൽ സൊല്യൂഷൻ -1. അങ്ങനെ എഴുതാൻ മേലെ. ഓക്കെ, ഇതൊക്കെ എളുപ്പവഴി. ഇങ്ങനെ എങ്ങനെയെങ്കിലും ആൻസർ കിട്ടണ്ടേ നമുക്ക്? കൂടുതൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകണ്ട, അതിനു വേണ്ടിയാ കേട്ടോ. മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.